എനിക്കൊരു സഹായം ചെയ്തേരൂടി മോളെ. എന്തോ ആ ജലചേച്ചി ഇല്ലേ, ഏതാ പാട്ടത്തുള്ളത്? അങ്ങനെ പറയാതെ മക്കളെ. അവരെ എനിക്ക് ഫോണിൽ എന്തോന്നോ സംസാരിച്ചയച്ച് എനിക്ക് അതിന് അതുപോലെ ഒന്ന് കൊടുക്കാൻ പഠിപ്പിച്ചു. സംസാരിച്ചയച്ചെന്നു? ആ അതാണ്ടാ വോയിസ് മെസ്സേജ്. എന്റെ പൊന്നമ്മ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു തരുന്നേ. മക്കളെ വയസ്സായില്ലേ, ഞാൻ ഈ ഫോണൊക്കെ ഇപ്പഴല്ലേ കാണുന്നേ, എനിക്കൊന്നും ഓർമ്മ ഇത് നിൽക്കില്ല. ലാസ്റ്റ് ആണ്, ഇനി ഞാൻ പറഞ്ഞു തരും. ഇനി ചോദിക്കൂല. ഇവിടെ നല്ല അവരെന്തോ ഇട്ടത്. ഹലോ ബേബി, പുതിയ ഫോൺ എടുത്തന്നേട്ട് എന്നാണ്ട് വിശേഷം? പിന്നെ ഏതൊക്കെ അടുത്ത് ശങ്കരം വന്നായിരുന്നു ചിന്നുന്റെ കാര്യം നോക്കാൻ? അവർക്ക് ഈ പച്ച ബട്ടൺ ഇല്ലേ, ഈ പച്ച ബട്ടൺ ഇങ്ങനെ ഇറുക്കി പിടിക്കണം. എന്നിട്ട് സംസാരിച്ചിട്ട് അമ്മ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇത് എടുക്കണം. അത്രേ ഉള്ളൂ. പറഞ്ഞു നോക്ക്. It was at this moment that he knew he fucked up. ഇപ്പൊ പഠിച്ചല്ലോ, ഇനി ഒന്നേന്ന് എടുത്ത് കാണിച്ചതാ, അയച്ചു കാണിച്ചതാ. വാട്സാപ്പ് എടുത്ത് മെസ്സേജ് അയച്ച് കാണിച്ചതാ. വാട്സപ്പ് കണ്ടില്ലടി. നോക്കിയാലേ കാണത്തുള്ളൂ, അതിലോട്ട് നോക്ക്. എടുക്ക്, ജലജാണ്ടിട്ട് എടുക്ക്. ഇതെന്ത് കാണിക്കുന്ന? അമ്മയ്ക്കല്ലേ ഇപ്പൊ പറഞ്ഞു തന്നെ അമ്മ. ഇതല്ല അമ്മ, നീ ഞെക്കി പിടിക്കാൻ പറഞ്ഞില്ലേ എന്നോട്? ഇട്ട് ഞെക്കാൻ ഞാൻ പറഞ്ഞു. ആവശ്യമുള്ളടത്തിട്ട് ഞെക്ക്, വേണ്ടാത്തടത്തിട്ട് ഞെക്കാണ്ട്. എന്തോ അമ്മ, ഇത് എത്ര പ്രാവശ്യം അമ്മ പറഞ്ഞു തരുന്നേ. നീ ആരോട് അടുക്കണം കേറി കേറി പോണത്? നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച് നിന്റെ താഴെ തന്നെ ഞാൻ. Emotional damage. നിനക്ക് ഇവിടെ കിടന്ന് ചോറും കാപ്പി എല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഒരു ഫോണിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവളെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്. നിനക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് നിന്റെ വിചാരം. പിന്നെ 24 മണിക്കൂർ ഇതിനകത്ത് കുത്തി കിടന്ന ഈ ലോകത്തിലെ എല്ലാം ആവില്ല. ഞാനും ഒക്കെ ആയിട്ട് കുട്ടിക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്. അത് നീ പറഞ്ഞ് കുന്ത്രാണ്ടത് ഞങ്ങളുടെ ആരും കയ്യിലില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എന്തോ ഇത്തിരി വാട്സപ്പിന് ചോദിച്ചെന്നും പറഞ്ഞ അവളെ ഒരു ചാട്ടം. നീ ആരാന്നാടി നിന്റെ വിചാരം? എന്നിട്ടാ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്.